പ്രിയമുള്ളവരെ, ദൈവവചന കേൾവി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ആശ്വാസപ്രദമാണ്, ബലം പകരുന്നതാണ്, സമാധാനം നൽകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വചന സന്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഈ സമയത്ത് വിശ്വസിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ. ദൈവവചനം കേൾക്കുന്തോറും നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അസാധ്യമായ മാനുഷികമായി അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം വർദ്ധിക്കുന്നത് ദൈവവചന കേൾവിയിലൂടെയാണ്. നമുക്ക് ഒരു സംഭവത്തിലേക്ക് പോകാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമുക്ക് ചേർന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ആധാരം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം: അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്സേദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. പ്രിയമുള്ളവരെ, ആ യെരുശലേമിൽ ആ ആട്ടുവാതിൽക്കൽ ബെത്സേദ എന്ന എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. 5 മണ്ഡപം അതിനുണ്ട്. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതത് സമയത്തൊരു ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ ആ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലക്കുമ്പോൾ അതിൽ ഇറങ്ങുന്ന ആദ്യത്തെ വ്യക്തി സൗഖ്യമാവും. അത് ഏത് വ്യാധി പിടിച്ചവരാണെങ്കിലും അവിടെ സൗഖ്യം വരുന്ന ഒരു സ്ഥിതിവിശേഷം ആണവിടെ ഉള്ളത്. അത് പ്രതീക്ഷിച്ച് വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം സൗഖ്യത്തിന് വേണ്ടി അവിടെ കിടന്നിരുന്നു. പ്രിയമുള്ളവരെ, പ്രാരംഭമായിട്ട് പറയട്ടെ, ദൈവം രോഗം തരുന്നവനല്ല, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കി നിനക്ക് ആരോഗ്യം വരുത്തുന്ന ദൈവമാണ്. താഴോട്ട് വായിക്കുമ്പോൾ 38 വർഷമായിട്ട് അവിടെ ഒരു മനുഷ്യൻ കിടക്കും. അവൻ കിടക്കുന്നത് യേശു കണ്ടു. പ്രിയമുള്ളവരെ, ഇന്ന് നാളുകളായിട്ട് ചില വിഷയത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെടുവാണ്. അത് രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, എന്തുമായിക്കോട്ടെ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഇന്നത് കേൾക്കുമ്പോൾ യേശു
നിൻ്റെ അവസ്ഥയെ കാണുന്ന സമയം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലം ആയിരിക്കുന്നു എന്നറിഞ്ഞു. നമ്മളെ കാണുന്ന യേശു, നമ്മളെ അറിയുന്ന യേശു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശുവിനെ അറിയത്തില്ലേ? 38 ആണ്ടായെന്നും അത്ര നാളായിട്ട് ഇവിടെ കിടക്കുവാണെന്നും യേശുവിനെ അറിയാം. എന്നിട്ടും ആ രോഗിയോട് യേശു ചോദിക്കുക, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ ആ രോഗിയായ മനുഷ്യൻ, 38 വർഷമായിട്ട് ഒരേ കിടപ്പിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ മറുപടി ഇങ്ങനെയാണ്: യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ആ രോഗിയുടെ ആദ്യത്തെ മറുപടിയാണ്, എനിക്ക് ആരുമില്ല. 2, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറയുന്നു. 1, എനിക്കാരുമില്ല. 2, എനിക്ക് സ്വതവേ അവിടെ എത്താനുള്ള ശാരീരികമായ ആരോഗ്യവുമില്ല. അവൻ്റെ അവസ്ഥ താൻ യേശുവിനോട് പറഞ്ഞു. ഇന്ന് പ്രിയമുള്ളവരെ, ഇങ്ങനെയായിരിക്കും ഒരു പക്ഷേ നിങ്ങളും പറയുന്നത്, എനിക്കാരുമില്ല, എനിക്ക് സ്വന്തമായി ചെയ്യുവാനുള്ള കഴിവുമില്ല, എനിക്ക് സാമ്പത്തികം കുറവാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് പണവും പ്രതാപവും വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ വ്യക്തി പറഞ്ഞ പോലെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ മറുപടി അവിടെ ശ്രദ്ധേയമായി. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അവൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കി യേശു അവനെ കണ്ടു. യേശു അവൻ്റെ സാഹചര്യം അറിഞ്ഞു. എങ്കിലും വ്യക്തിപരമായി യേശു ആ വ്യക്തിയോട് ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ട്? അവൻ തൻ്റെ അവസ്ഥകൾ പറഞ്ഞു. യേശു ഇപ്രകാരം പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. 38 വർഷമായിട്ട് ആ കൊളക്കടവിൽ കിടന്ന വ്യക്തി യേശുവിൻ്റെ ഒരൊറ്റ വാക്കിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ആ മനുഷ്യൻ പരസഹായമില്ലാതെ ആദ്യമായി എഴുന്നേറ്റു. അവൻ്റെ കാലുകൾക്ക് ബലം വന്നു, അവൻ്റെ നടുവിന് ബലം വന്നു. അവൻ എഴുന്നേറ്റു. 2, അവൻ കിടക്ക എടുത്ത് നടന്നു. ഒറ്റ വാക്ക് മതി. ഇന്ന് യേശു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടെന്ന് ചോദിച്ച് നിങ്ങളുടെ അടുക്ക നിൽക്കുക. യേശുവേ, നീ സൗഖ്യദായകനാണ്, നീ എന്നെ സൗഖ്യമാക്കാൻ മതിയായവനാണെന്നൊരൊറ്റ വാക്ക് കേൾക്കാൻ തളർന്ന് കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയാണോ? നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ടും സൗഖ്യം വരാത്ത വ്യക്തിയാണോ? ഉറപ്പായിട്ടും പറയാം, ഈ വചനത്തിൽ പറഞ്ഞ സൗഖ്യം, ആ സൗഖ്യദായകനായ യേശു ഇന്നും ജീവനോടെ ഉണ്ട്. രോഗികളായ എന്നെ കേൾക്കുന്നവർ ദയവായി നിങ്ങളുടെ ശരീരങ്ങൾ കൈവച്ചാലും എന്നിട്ടിങ്ങനെ പറഞ്ഞ്, യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ അടിപ്പെടാൻ എനിക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകട്ടെ എന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഇവിടെ സംഭവിക്കും. ഇത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. എന്നാൽ ഈ സൗഖ്യമായ വ്യക്തിയും ഒരുപക്ഷെ ഇന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അന്ന് സൗഖ്യമാക്കിയ അതേ യേശു എന്നും സൗഖ്യമാക്കാൻ ജീവനോടെ നിൻ്റെ സമീപമുണ്ട്. സൗഖ്യം ദൈവ പദ്ധതിയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കി നിനക്ക് ആരോഗ്യം വരുത്തും. ഞാനൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപിതാവേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. ഈ തളർന്ന വ്യക്തി എഴുന്നേറ്റതുപോലെ ചില വ്യക്തികൾ ഇന്ന് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം എൻ്റെ അവകാശമാണ്, സൗഖ്യം ദൈവിക പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് ക്രൂശിൽ രോഗം ശീലിച്ചവനായി അങ്ങയുടെ അടിപ്പിണരാൽ അങ്ങയുടെ പുറം ഒഴിവിച്ചാലും പോലെ കീറുന്നത് എൻ്റെ സൗഖ്യത്തിനാണ് എന്ന തിരിച്ചറിവോടെ ഇന്ന് ഈ വീഡിയോ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, പൂർണ്ണ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതേക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ദൈവവചനം എടുത്ത് വായിക്കണം. ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും ഓർപ്പിക്കാം, സൗഖ്യം ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് സൗഖ്യം അത് തിരിച്ചറിയുകയും
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്നത്തെ ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. തകർന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാൻ കഴിയത്തില്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ അവിടെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് അവരായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. തീർച്ചയായിട്ടും ഇന്നത്തെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വീണ്ടും വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ദൈവവചനത്തിൽ നിന്നും നിങ്ങൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും. ദയവായി ഫോളോ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. യേശു സൗഖ്യം എനിക്ക് തന്നു എന്ന് പറയുന്നവർ ദയവായി ഒരു ആമേൻ കമൻറ്റ് ചെയ്യാവോ. ദയവേദി ഈ വചന സന്ദേശം, ആ 38 ആണ്ട് കൊളക്കടലിൽ കിടന്ന ആ മനുഷ്യൻ സൗഖ്യമായി എഴുന്നേറ്റത് യാഥാർത്ഥ്യമാണ്. ആ സൗഖ്യദായകനായ യേശു ഇന്നും ജീവനോടെ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.